മാർജാരാസനം നമ്മുടെ സ്പൈൻ പോസ്ചർ കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം. PCOD അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതിനും മാർജാരാസനം ഉപകാരപ്രദമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. തെറാപ്യൂട്ടിക് യോഗ ട്രെയിനിങ് കൂടി ചെയ്യുന്നു. അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മാർജാരാസനം പരിചയപ്പെടാം. മാർജാരാസനം അഥവാ ക്യാറ്റ് പോസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്യാറ്റിൻ്റെ ഒരു പോസിനോട് റിസംബിൾനെസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിതിനെ ക്യാറ്റ് പോസ് എന്ന പേര് വന്നത്, അഥവാ മാർജാരാസനം. മാർജാരാസനം നമ്മുടെ സ്പൈൻ പോസ്ചർ കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം. അതുകൊണ്ട് തന്നെ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇഷ്യൂസ് നമുക്കറിയാം. ഇന്നത്തെ IT ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ബാക്ക് ഏക്ക്, സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ്, അതുപോലെ സയാറ്റിക്ക, ഇതുപോലെയുള്ള സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു അസുഖങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആസനമാണ് മാർജാരാസനം. കൂടാതെ നമ്മുടെ നെക്ക് റീജിയന് കൺട്രാക്ഷനും റിലാക്സേഷനും കൊടുക്കുന്ന കാരണം തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസ്, തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട ഏത് അസുഖങ്ങൾക്കും നമുക്ക് മാർജാരാസനം ധൈര്യമായി സെലക്ട് ചെയ്യാം. PCOD അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതിനും മാർജാരാസനം ഉപകാരപ്രദമാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും മാർജാരാസനം ചെയ്യാവുന്നതാണ്. നമുക്ക് മാർജാരാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൻ്റെ അതേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് രണ്ട് കൈകളും പതിച്ച് വയ്ക്കാം. അതായത് എൻ്റെ ഷോൾഡർ വിഡ്ത്ത് ഇത്രയുമാണ്, അത്രയും അകലത്തിൽ ഞാൻ കൈകൾ വെച്ചിരിക്കുന്നു. കാൽമുട്ടുകൾ തമ്മിലുള്ള അകലവും എൻ്റെ ഷോൾഡർ വിഡ്ത്ത് കീപ്പ് ചെയ്തിരിക്കുന്നു. ടോസ് ഇതുപോലെ പ്രസ് ചെയ്യാതെ നന്നായി റിലാക്സ് ചെയ്തുകൊണ്ട് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി മുകളിലേക്ക് നോക്കാം. നെക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഹിപ്പ് നന്നായി മുകളിലേക്ക്. സ്പൈൻ നന്നായി കോൺകേവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ശ്വാസം നന്നായി ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ പൊസിഷൻ കീപ്പ് ചെയ്യാം. മാക്സിമം ബ്രെത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സ്പൈൻ നന്നായി കോൺവെക്സ് ചെയ്യുക. ഡൗൺ യുവർ ഹെഡ് ആൻഡ് നെക്ക്. വീണ്ടും സാധാരണ പൊസിഷനിലേക്ക്. അതായത് മാർജാരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെക്കിന് മാക്സിമം സ്ട്രെച്ചിങ് കൊടുക്കുക. സ്പൈൻ മാക്സിമം കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹിപ്പിനെ മാക്സിമം ഉയർത്തുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് സ്പൈൻ കർവേച്ചർ കൊണ്ടുവരിക. വീണ്ടും നോർമൽ. നമ്മൾ ഇപ്പോൾ കണ്ട പോലെ മാർജാരാസനം വളരെ ഈസിയായി ഏവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാൽമുട്ടുകൾക്ക് എന്തെങ്കിലും സ്ട്രെയിൻ തോന്നുന്നവർ ഒരു പില്ലോയോ കട്ടിയുള്ള ഒരു ടവലോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാർജാരാസനം പ്രാക്ടീസ് ചെയ്യാം. ദിവസേനയുള്ള മാർജാരാസനത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ സ്പൈൻ മസിൽസുകൾ, എറൗണ്ട് സ്പൈൻ ധാരാളം മസിൽസ് ഉണ്ട്. സ്പൈൻ സ്ട്രെങ്തൻ കൂട്ടുന്നതിന് വേണ്ടി, സ്പൈനിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി ഒരുപാട് മസിൽസ് എറൗണ്ട് സ്പൈൻ ഉണ്ട്. ഈ മസിൽസിനെ എല്ലാം സ്ട്രെങ്തൻ ചെയ്യുന്നതോടുകൂടി സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രോബ്ലത്തിനും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ തന്നെ മാർജാരാസൻ പ്രാക്ടീസ് ചെയ്യാം. ദിവസത്തിൽ 1 മുതൽ 5 തവണ വരെ മാർജാരാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി കാണുന്നത് വരെ നമസ്കാരം.